നമസ്കാരം. ബഹിരാകാശ പര്യവേക്ഷണത്തിലെ മുൻനിരക്കാരായ നാസ ആകർഷകമായ ചിത്രങ്ങളും നവീനമായ കണ്ടെത്തലുകളും കൊണ്ട് നമ്മെ എന്നും വിസ്മയിപ്പിച്ചിട്ടുണ്ട്. അടുത്തിടെ ബഹിരാകാശ ഏജൻസി ഹിമാലയത്തിന് മുകളിലുള്ള ഭീമാകാരമായ ഇടിമിന്നലുകളുടെ അതിശയകരമായൊരു ചിത്രം പങ്കിട്ടു. ഇത് ശാസ്ത്ര സമൂഹത്തെയും പൊതുജനങ്ങളെയും ഒരുപോലെ വിസ്മയിപ്പിച്ചു. ചൈനയിലെയും ഭൂട്ടാനിലെയും ഹിമാലയൻ നിരകളിലേക്ക് ഭീമാകാരമായ ഇടിമിന്നലുകൾ പായുന്ന ഒരു ജ്യോതിശാസ്ത്ര ചിത്രമാണ് നാസ പുറത്തുവിട്ടത്. സെക്കൻഡുകൾക്കുള്ളിൽ സംഭവിച്ച ജെറ്റുകൾ സാധാരണ മേഘങ്ങളിൽ നിന്ന് ഭൂമിയിലേക്ക് വരുന്ന മിന്നലിൽ നിന്നും വ്യത്യസ്തമായ ഒരു അസാധാരണ തരം മിന്നലിനെ ചിത്രീകരിക്കുന്നതാണ്. 21ാം നൂറ്റാണ്ടിൽ മാത്രം രേഖപ്പെടുത്തിയിട്ടുള്ള ഈ മിന്നൽ പ്രവാഹം ഇടിമിന്നലുകൾക്കും ഭൂമിയുടെ അയണോസ്ഫിയറിനും ഇടയിലാണത്രേ സംഭവിക്കുന്നത്. ഒരു സാധാരണ മിന്നലാക്രമണത്തിന്റെ 50 മടങ്ങ് ശക്തി ഉണ്ടായിരിക്കും. മാത്രമല്ല, ഭൂമിയുടെ ഉപരിതലത്തിൽ നിന്ന് 80 കിലോമീറ്റർ വരെ ഉയരത്തിൽ സഞ്ചരിക്കാൻ കഴിയും. ഭീമാകാരമായ ഒരു ജെറ്റിന്റെ അടിഭാഗം ബ്ലൂ ജെറ്റുകൾ എന്ന് വിളിക്കപ്പെടുന്ന മേഘത്തിൽ നിന്ന് മുകളിലേക്ക് സ്ട്രൈക്കിന് സമാനമാണ്. അതേസമയം മുകൾ ഭാഗം അന്തരീക്ഷത്തിലെ ചുവന്ന സ്പ്രൈറ്റുകളോട് സാമ്യമുള്ളതാണ്. ഭീമാകാരമായ ജെറ്റ് ഒരു ക്ഷണിക ലൂമിനസ് ഇവന്റ് ആണെന്ന് കരുതപ്പെടുന്നുണ്ട്. ഇതൊരു ഹ്രസ്വകാല സംഭവമാണ്. സെക്കൻഡിൽ ഒരു ഭാഗം മാത്രം നീണ്ടു നിൽക്കും. ഈ അസാധാരണ പ്രതിഭാസത്തെ വിവരിക്കാനാണ് ശാസ്ത്രജ്ഞർ ഭീമൻ ജെറ്റ് എന്ന പദം ഉപയോഗിക്കുന്നത്. ഇതൊരു സാധാരണ മിന്നലിനേക്കാൾ വളരെ വലുതും ശക്തവുമാണ്. മിന്നലിന് സമാനമായി അന്തരീക്ഷത്തിലെ വൈദ്യുത ഡിസ്ചാർജുകളാണ് ഭീമാകാരമായ ജെറ്റുകൾക്ക് കാരണമാകുന്നതെന്ന് ശാസ്ത്രജ്ഞർ വിശ്വസിക്കുന്നു. എന്നിരുന്നാലും താഴ്ന്ന അന്തരീക്ഷത്തിൽ സംഭവിക്കുന്ന മിന്നലിൽ നിന്ന് വ്യത്യസ്തമായി ഭീമാകാരമായ ജെറ്റുകൾക്ക് 100 കിലോമീറ്റർ അഥവാ 62 മൈൽ വരെ ഉയരത്തിലെത്താൻ കഴിയുമെന്നും ഇത് കാരണം അവയെ ബഹിരാകാശത്ത് നിന്നുപോലും ദൃശ്യമാകുമെന്നും പറയുന്നു. ഭീമാകാരമായ ജെറ്റുകളുടെ കൃത്യമായ കാരണം ശാസ്ത്രജ്ഞർ ഇപ്പോഴും ഗവേഷണം നടത്തുകയാണ്. എന്നാൽ ഭൂമിയുടെ അന്തരീക്ഷത്തിന്റെ വിവിധ പാളികൾക്കിടയിലുള്ള വൈദ്യുത ചാർജുകൾ സന്തുലിതമാക്കുന്നതിൽ അവയ്ക്ക് പങ്കുണ്ട്. കഴിഞ്ഞ വർഷം ഓഗസ്റ്റിൽ പ്യൂട്ടോറിക്കോ ആസ്ഥാനമായുള്ള ഫോട്ടോഗ്രാഫർ ഫ്രാങ്കി ലുസേന ഫ്രാങ്ക്ലിൻ ചുഴലിക്കാറ്റായി പരിണമിക്കുന്ന കൊടുങ്കാറ്റിൽ നിന്നും ഉയർന്നുവരുന്ന ഈ അപൂർവ പ്രതിഭാസം കണ്ടെത്തിയിരുന്നു. 2018 ഒഡീഷയിലെ ഭദ്രക്കിന് മുകളിലും ഇത്തരം ഭീമാകാരമായ ജെറ്റുകൾ ദൃശ്യമായി. അന്തരീക്ഷത്തിന്റെ അത്ഭുതങ്ങളെക്കുറിച്ച് പറയുമ്പോൾ ആകാശത്തെ പോലെ അതിരുകളില്ലെന്നാണ് നാസയുടെ ഈ ചിത്രം നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. അതിനാൽ അടുത്ത തവണ ഇടിമിന്നൽ ഉണ്ടാകുമ്പോൾ ചുറ്റും ശ്രദ്ധിക്കുക. ആകാശം അതിന്റെ വന്യമായ പ്രദർശനത്തിന് എപ്പോൾ നിങ്ങളെ പരിഗണിക്കുമെന്ന് അറിയാൻ കഴിയില്ല. ഗ്രഹാന്തര യാത്രകൾ നടത്തുന്ന ഈ നൂറ്റാണ്ടിൽ പോലും നമ്മുടെ ഗ്രഹത്തിന്റെ തന്നെ പ്രതിഭാസങ്ങളെക്കുറിച്ച് പഠിക്കാൻ ഇനിയും ഏറെയുണ്ടെന്ന് ഓർമ്മപ്പെടുത്തലാണ് ഭീമാകാരമായ ഈ ജെറ്റുകൾ നൽകുന്നത്. വാർത്തയുടെ നിറം തേടി തനി നിറം.